ട്വിങ്ക്ലിംഗ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഡോഗിനെ വാങ്ങണം എന്ന് ആലോചിക്കുമ്പോൾ ഫസ്റ്റ് ടൈം ഓണർ ആണെങ്കിലും ഓൾറെഡി ഒരു ഡോഗ് ഉള്ള ആളാണെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. ഏത് ബ്രീഡ് സെലക്ട് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അഭിപ്രായം ചോദിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിനോടാകാം, അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടാകാം, അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ ഡോഗ് വളർത്തുന്നവരോടാകാം, അല്ലെങ്കിൽ ബ്രീഡേഴ്സിനോടാകാം. അങ്ങനെ പലരോടും നമ്മൾ ഏത് ഡോഗിനെ വാങ്ങണം, ഞാൻ ഏതിനെ സെലക്ട് ചെയ്യണം എന്നതിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കാറുണ്ടല്ലേ. പലർക്കും പലതിനോടാണ് ഇഷ്ടം. എനിക്ക് പൊതുവെ ഇഷ്ടം കൂടുതൽ ഡാഷൻഡിനോടാണ്. മറ്റൊരാൾക്ക് നമ്മൾ ചോദിക്കുമ്പോൾ ജർമ്മൻ ഷെപ്പേർഡിനെ ഇഷ്ടമുള്ളവരുണ്ടാകും, പഗ്ഗിനെ ഇഷ്ടമുണ്ടാവും, ബീഗിളിനോട് ഇഷ്ടമുള്ളവരുണ്ടാവും. പലരും പല അഭിപ്രായം പറയുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആകും അല്ലേ. ഇന്നത്തെ വീഡിയോ കൊണ്ട് ഇതിനുള്ള ഒരു ഗൈഡൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏത് ഡോഗിനെ സെലക്ട് ചെയ്യണം, ഞാൻ ഏത് ഡോഗിനെ ചൂസ് ചെയ്യണം എന്ന് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളുടെ ഈ ട്വിങ്ക്ലിംഗ് വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏത് ഡോഗിനെ സെലക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. കൂട്ടുകാരോ അയൽവക്കക്കാരോ ഡോഗിനെ വളർത്തുന്നത് കണ്ടിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വാലാട്ടി, അതുപോലെ ചാർലി, ഇങ്ങനെയുള്ള സിനിമകൾ കണ്ടിട്ടോ ഇൻസ്പയർഡ് ആയിട്ടാവരുത് നമ്മളൊരു ഡോഗിനെ വാങ്ങാൻ തീരുമാനിക്കുന്നത്. നമ്മൾ ഒരു ഡോഗിനെ വാങ്ങിയാൽ അത് ഒരു 13 to 15 വർഷത്തേക്കുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അത്രയും വർഷം അവരെ നോക്കാൻ വില്ലിങ് ആണെങ്കിൽ മാത്രമേ നമ്മളൊരു ഡോഗിനെ വാങ്ങാൻ പാടുള്ളൂ. നമ്മുടെ ഡോഗിന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുത്താൽ അവർ ചിലപ്പോൾ നല്ല സ്വഭാവമുള്ളവരായിട്ട് മാറും. അല്ല, നമ്മൾ കൊടുക്കുന്ന ഗൈഡൻസും നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങും ഒക്കെ തെറ്റായ രീതിയിലാണെങ്കിൽ വളരെ മോശം സ്വഭാവമുള്ള ഡോഗായിട്ട് നമ്മുടെ ഡോഗ് മാറാൻ ചാൻസ് ഉണ്ട്. നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയാത്തൊരു അവസ്ഥ വരാനും ചാൻസ് ഉണ്ട്. അങ്ങനെ എന്ത് കണ്ടീഷൻ വന്നാലും മറ്റൊരാൾക്ക് വെറുതെ കൊടുക്കാനോ വഴിയിൽ കൊണ്ട് കളയാനോ അത് ഞാൻ ചെയ്യില്ല എന്നൊരു ഉറപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു ഡോഗിനെ വാങ്ങാവുള്ളൂ. നമുക്ക് എല്ലാവർക്കും മക്കളുണ്ട്. നമ്മുടെ മക്കള് മോശം സ്വഭാവത്തിൽപ്പെട്ടവരായതുകൊണ്ട് നമ്മൾ ആരും കൊണ്ട് കളയാറില്ലല്ലോ, ആരും വീട്ടിൽ നിന്ന് ഇറക്കി വിടാറില്ല അല്ലേ. അപ്പോൾ അതുപോലെ അവരുടെ ലൈഫ് ടൈം കമ്മിറ്റ്മെന്റ് എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ ഈ വീഡിയോ മുന്നോട്ട് കാണേണ്ട ആവശ്യമുള്ളൂ. ആദ്യമായി, നിങ്ങൾക്ക് എന്തിനാണ് ഒരു നായയെ വേണ്ടത്? നമ്മളൊരു ഡോഗിനെ വളർത്തുന്നതിന്റെ പർപ്പസ് എന്താണ് എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തത്, നമുക്കൊരു പെറ്റായിട്ട്, ഒരു കമ്പാനിയൻ ആയിട്ട് വളർത്താൻ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫാമിലി ഡോഗ് പ്ലസ് ഒരു ഗാർഡിങ് ഡോഗ് ആയിട്ടാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ നിങ്ങൾ പക്ക ഒരു ഗാർഡിങ് ഡോഗ് മാത്രമായി വളർത്തിയെടുക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ ഇൻഡോർ വളർത്താൻ ആഗ്രഹിക്കുന്ന ആളാണോ, അതോ അകത്തും ഡോഗിന് കയറാം, അവന് കൂടുണ്ടാകും, അവിടെയും കിടന്നോട്ടെ എന്ന രീതിയിലാണോ, അല്ലെങ്കിൽ പക്ക കൂട്ടി തന്നെ കിടന്നോട്ടെ, നമുക്ക് വീട്ടിൽ കയറ്റാൻ പറ്റില്ല, നമുക്ക് അവർക്ക് വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലാണോ? ഇത് നിങ്ങൾ തീരുമാനിക്കുക. ഇൻഡോർ ഡോഗാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കുറച്ച് ചെറിയ ബ്രീഡിനെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു വാക്കിങ്ങിന് കൊണ്ടുപോകാനുള്ള സ്പേസ് ഇല്ല, നിങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്മോൾ ബ്രീഡിൽ പെട്ട ഒരു ഡോഗിനെ സെലക്ട് ചെയ്യാം. അങ്ങനെ വരുന്ന ഒരുപാട് ഡോഗ്സ് ഉണ്ട്. ഷവാവ, ഇന്ത്യൻ സ്പിറ്റ്സ്, പോമറേനിയൻ, പഗ്, ഡാഷുണ്ട്, ബീഗിള്, ലാഷ് ആപ്സോ, ഷിറ്റ്സു, കോക്കർ സ്പാനിയല്, പൂഡില്, ഇതൊക്കെ തന്നെ സ്മോൾ ബ്രീഡ്സിൽ വരുന്ന ഡോഗാണ്. ഇനി അടുത്തതായിട്ട് പെറ്റ് ആൻഡ് കമ്പാനിയനിൽ വരുന്ന ഒരു ഔട്ട്ഡോർ വളർത്താനും ഇൻഡോർ വളർത്താനും കൂടി പറ്റുന്ന ഒരു ഡോഗാണ് വേണ്ടതെന്ന് വെച്ചോളൂ. നിങ്ങൾക്ക് കുറച്ച് സമയം കൂട്ടിലിടാം, ബാക്കി സമയം അവർക്ക് അകത്ത് കൂടെ കയറുന്നതിനോ അല്ലെങ്കിൽ അകത്തേക്ക് വരുന്നതിനോ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാതെയാണ് നിങ്ങൾ ഡോഗിനെ വളർത്തുന്നത് എന്ന് കരുതുക. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ല ബ്രീഡുകളാണ് ലാബ്രഡോർ, ഗോൾഡൻ റിട്രീവർ, ഡാഷൻഡ്, ബീഗിള്, ഇന്ത്യൻ സ്പിറ്റ്സ്, ബുൾഡോഗ്, ലാഷ് ആപ്സോ, ഷിറ്റ്സു, ഇന്ത്യൻ പറിയ ഡോഗ്. ഇതൊക്കെ തന്നെ അങ്ങനൊരു കണ്ടീഷനിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഡോഗുകളാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി, വളരെ റെയറായിട്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ഒരു കാറ്റഗറി ആൾക്കാരെ കാണാറ്. അതായത് എനിക്കൊരു ഡോഗിനെ വേണം, ഡോഗിനെ വളർത്തണം,
പക്ഷെ എനിക്ക് അകത്ത് കയറ്റാനോ അവർക്ക് വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനില്ല, ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ കണ്ടീഷൻസ് എങ്കിൽ നിങ്ങൾ പക്ക നമ്മുടെ ഇന്ത്യൻ പരയ ഡോഗിനെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി രണ്ടാമത്തെ നമ്മുടെ പർപ്പസ് ആണ് ഗാർഡിങ് പ്ലസ് ഒരു ഫാമിലി ഡോഗ് എന്നത്. അങ്ങനെ ഒരു പർപ്പസിനാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ അപ്പോഴും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇൻഡോർ വളർത്താനാണോ ഔട്ട്ഡോർ വളർത്താനാണോ നിങ്ങൾക്ക് ഡോഗ് വേണ്ടത്? ഏറ്റവും നല്ല ഗാർഡിങ് ഡോഗ് ആയിട്ടും അതുപോലെ ഒരു ഫാമിലി ഡോഗ് ആയിട്ടും കൊണ്ടു നടക്കാൻ പറ്റുന്ന കുറച്ച് ബ്രീഡ്സ് ആണ് ഇന്ത്യൻ സ്പിറ്റ്സ്, ഡാഷണ്ട്, ബീഗിള്, ഷെവാവ, ലാഷ് ആപ്സോ. ഇവരൊക്കെ അത്യാവശ്യം നല്ല അഗ്രസീവ് ആയിട്ടുള്ള ബ്രീഡാണ്. ഇവനൊക്കെ ഇപ്പോൾ ആര് വന്നാലും നല്ല ശൗര്യത്തോടെയും നല്ല സൗണ്ടിലും തന്നെ കുരയ്ക്കുകയും സൗണ്ട് ഉണ്ടാക്കുകയും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരോട് എതിർത്തുകൊണ്ട് ദേഷ്യത്തോടെ ചെല്ലുകയും ഒക്കെ ചെയ്യുന്ന ബ്രീഡാണ് ഇവരൊക്കെ തന്നെ. അപ്പോൾ ഇവരെയൊക്കെ തന്നെ നമുക്ക് ഒരു ഫാമിലി ഡോഗ് പ്ലസ് ഗാർഡിങ് ഡോഗ് ആയിട്ടും യൂസ് ചെയ്യാനും ട്രെയിൻ ചെയ്തെടുത്താൽ ആ രീതിയിൽ വളർത്തിയെടുക്കാനും സാധിക്കും. ഇനി നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നത്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ് തന്നെയായിരിക്കും. ജർമ്മൻ ഷെപ്പേർഡ്, റോട്ട് വീലർ, ഡോബർമാന്, ബോക്സർ, പിറ്റ്ബുള്ള്, ബുൾ മസ്റ്റിഫ്, ബെൽജിയം മെലിനോയ്സ്, ഗ്രേറ്റ്, ഇവരെയൊക്കെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുത്ത് വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഗാർഡിങ് ഡോഗായി പ്ലസ് ഒരു ഫാമിലി ഡോഗായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട് പാപ്പം തിന്നാൻ കൈകൊട്ട് എന്ന് പറയുമ്പോൾ ഒരു റോട്ട് വീലർ കിടന്ന് കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ കറക്റ്റ് ആയിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടു നടന്നാൽ റോട്ട് വീലറിനെയും അതുപോലെയൊക്കെ കൊണ്ടു നടക്കാൻ കഴിയുമെന്ന് തെളിയിച്ചവരാണ് നമ്മുടെ ഇന്ത്യൻ അമ്മമാർ. അപ്പോൾ പ്രത്യേകം പറയാണ്, ഇവരെ ആരെ തന്നെയാണെങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടു നടക്കണം എന്നത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഇതിൽ പറഞ്ഞ ലാസ്റ്റ് കാറ്റഗറി, അതായത് മൂന്നാമത്തെ കാറ്റഗറിയാണ് പക്ക ഒരു ഗാർഡിങ് ഡോഗ് എന്ന മാത്രം പർപ്പസ്. ആരുമായിട്ടും ഒരു അറ്റാച്ച്മെന്റ് പാടില്ല, സിംഗിൾ ഓണറായിട്ട് വളർത്തണം, ആര് വന്നാലും കടിക്കണം, നമ്മൾ പറയുന്നവരെ കടിക്കണം, അങ്ങനെ ഒരു മെന്റാലിറ്റിയിലാണ് നിങ്ങളൊരു ഡോഗിനെ വളർത്തുന്നതെങ്കിൽ നിങ്ങൾ വളർത്താതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ഡോഗിനെ വാങ്ങണ്ട എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് പിറ്റ്ബുള്ള് ഓണറെ തന്നെ കടിച്ചു കൊന്നു, ഡോഗ്സ് നമ്മുടെ ഓണേഴ്സിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പർപ്പസിൽ നിങ്ങൾ വളർത്തിയെടുക്കുന്ന ഡോഗ് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് വന്നേക്കാം. നിങ്ങൾക്കും ദോഷമാണ്, നിങ്ങളുടെ സമൂഹത്തിനും ദോഷമാണ്. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ഒരു പപ്പിയെ എടുക്കാൻ വേണ്ടി ചെന്നതായിരുന്നു. അപ്പോൾ അവിടെ കൂട്ടിൽ ഒരു നല്ല സുന്ദരനായ ഒരു ഇന്ത്യൻ സ്പിറ്റ് കിടക്കുന്നുണ്ട്, ഒരു മെയിലാണ്. അപ്പോൾ അവർ പറഞ്ഞു അവൻ്റെ കഴുത്തിലിട്ടിരിക്കുന്ന ആ ഒരു ചെയിൻ റിമൂവ് ചെയ്തിട്ട് ഒരുപാട് നാളായി, ആ ചെയിൻ ഊരാൻ പറ്റില്ല എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ ചേട്ടാന്ന്. അപ്പൊ പറഞ്ഞു ആ ചെയിൻ പിടിക്കാൻ അല്ലെങ്കിൽ ആ ചെയിൻ ഊരാൻ ശ്രമിച്ചതിന്റെ പേരിൽ ആ ചേട്ടന് 3 വട്ടം കടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ ചേട്ടാ ഇത്രയ്ക്ക് അഗ്രസീവായി പോയതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക് പുറത്ത് യൂസ് ചെയ്യാത്ത ഒരു വാഷ്റൂം ഉണ്ടായിരുന്നു, അതിന്റെ അകത്ത് അടച്ചിട്ടിട്ടാണ് ഇവനെ വളർത്തിയതെന്ന്. ഇവന് ആൾക്കാരെ കണ്ടിട്ടില്ല, ആൾക്കാരെ കണ്ട് ഇവന് ശീലമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെ കണ്ടാലും അവൻ അറ്റാക്ക് ചെയ്യും. മെയിൽ ഡോഗ്സ് ആകുമ്പോൾ ആ ഒരു ടെൻഡൻസി കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് സോഷ്യൽ ഫ്രണ്ട്ലി ആയിട്ട് വളർത്തുന്നതായിരിക്കും നല്ലത്. ആ ചേട്ടൻ തന്നെ കൂട് തുറന്നു ആളിറങ്ങി ഞങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്, ഒരു പ്രശ്നവും അവന്റെ മേത്ത് തൊടാൻ സമ്മതിക്കില്ല. അപ്പോൾ അവൻ ചെറുപ്പം മുതൽ വളർന്നതും വലുതായതും അങ്ങനൊരു സിറ്റുവേഷനിലായത് കൊണ്ടാണ് അവന് അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയത്. പക്ഷെ ആ ചേട്ടൻ അവനെ ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്നോ വെറുതെ തരാമെന്നോ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ചേട്ടൻ തന്നെ വളർത്തി, ചേട്ടൻ തന്നെയാണ് വളർത്തുന്നത്, ഞാൻ അവനെ കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് നമ്മളൊരു ഡോഗിനെ വളർത്താത്തതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് സ്നേഹിക്കണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ വാങ്ങുന്ന ഈ അരിമകളെ നമ്മൾ വെറുക്കുന്ന ഒരു സിറ്റുവേഷൻ, ഇതിനെ ഒഴിവാക്കി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം നമ്മുടെ ഡോഗ്സിനെ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്ത് വളർത്താനും കൂടെ ശ്രദ്ധിക്കുക. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മറ്റൊരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് ഒരു ഡാഷണ്ട് തന്നെയായിരുന്നു, ഒരു ഫീമെയിൽ ഡാഷണ്ട്, ബ്ലാക്ക് ആൻഡ് ടാൻ കളറിൽ. അപ്പോൾ കുറച്ച് പ്രായമായി സുഖമില്ലാതായി അവള് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വലിയൊരു ഡോഗിനെ വളർത്തണം. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ ഒരു ലാബിനെ വളർത്തണം, ലാബിനെ വാങ്ങണം, വളർത്തണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നേ.
അപ്പൊ അങ്ങനെ വാങ്ങണം, വളർത്തണം, ഒരു കൂട് സെറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്റെ കസിൻ ബ്രദറിന്റെ അടുത്ത് ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഫീമെയിൽ ഉണ്ടായിരുന്നു. ഞാനവിടെ പോലുണ്ട്, ഇവളുമായിട്ട് അത്യാവശ്യം രണ്ടും പരിചയപ്പെട്ടും തൊട്ടും തലോടിയൊക്കെ ഇതുകൊണ്ട് എന്നോട് അത്ര പ്രശ്നമല്ല അവള്. അപ്പം ബ്രദറിന് ഒന്ന് വീട് മാറേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പം എന്നോട് ചോദിച്ചു, നീ അവളെ ഒന്ന് കൊണ്ടുപോയി കുറച്ച് ദിവസം അവിടെ കൂടടക്കം ഞാൻ കൊണ്ടുതരാം, നീ നിർത്താവോ എന്ന് ചോദിച്ചു. അതേ, ഞാൻ തിരിച്ചു കൊണ്ടുവന്നോളാന്ന് പറഞ്ഞു. ഇവിടെ കൊണ്ടുവന്നു, നമ്മൾ നിർത്തി. നമുക്കിവിടെ അങ്ങനെ പക്കായിട്ട് അഴിച്ചു വിടാൻ പറ്റില്ല, കാരണം അവരൊരു 4 വയസ്സുള്ള ഡോഗാണ്. അപ്പം അഴിച്ചു വിട്ട് അവൾ എതിലെങ്കിലും പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നില്ലെങ്കിലോ എന്നൊരു പേടി കൊണ്ട് അഴിച്ചു വിടാൻ പറ്റില്ല. എന്നാൽ ഫുൾ ടൈം ഒരു ഡോഗിനെ നമുക്ക് കൂട്ടിലിട്ട് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഇവളെയും കൊണ്ട് അഴിച്ചിട്ട് പതുക്കെ നടത്തിക്കാൻ കൊണ്ടുപോകും. ഞാൻ നടത്തിക്കാൻ കൊണ്ടുപോയാലും ഞാൻ അവളെ നടത്തിക്കല്ല, അവളെ എന്നെ നടത്തിക്കായിരുന്നു. അവളുടെ വഴിക്ക് ഞാൻ പോണം, എന്റെ വഴിക്ക് ഞാൻ പിടിച്ച അവളെ കിട്ടില്ല. അവളുടെ സൈസ് വെച്ച് എനിക്ക് അവളെ വലിച്ച് എന്റെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നീട് ഞാൻ തന്നെ തീരുമാനിച്ചു, എനിക്കൊരു വലിയ ഡോഗ് ഇപ്പൊ തൽക്കാലം വേണ്ട. കാരണം നമുക്കൊരു ചുറ്റുമതിലും അല്ലെങ്കിൽ അതിനകത്ത് അഴിച്ചു വിടാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ആവുന്നത് വരെ തൽക്കാലം വലിയ ഡോഗ് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ഇവനെ തന്നെ എടുത്തത്, ഡാഷാൻഡിനെ തന്നെ എടുത്തത്. ഇവർക്കാവുമ്പോൾ നമുക്ക് മെയിൻ്റെനൻസ് കുറച്ച് കുറവാണ്. അതായത് എല്ലാത്തിനും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മെയിൻ്റെനൻസ് കുറച്ച് കുറവാണ്. ഡെയിലി കോമ്പേണ്ട ഒരാവശ്യം വരുന്നില്ല. കമ്പാരിറ്റീവ്ലി വലിയ ഡോഗിനെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ഡോഗിന് ഫുഡും കുറവ് തന്നെ മതി. അപ്പൊ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു ഡോഗിനെ എടുക്കാൻ. സ്വന്തം ട്രെയിൻ ചെയ്യാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഒരുപാട് നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ ഒരുപാട് ട്രെയിനേഴ്സ് അവൈലബിൾ ആണ്. നല്ല പ്രൊഫഷണൽ ആയിട്ട് ട്രെയിൻ ചെയ്യുന്ന ഒരുപാട് ട്രെയിനേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും